ചെവിക്ക് പിടിച്ച് കേസെടുപ്പിച്ച പോലെയാണ് ചെവിക്ക് പിടിച്ച് തന്നെയാണ് റിപ്പോർട്ട് ചെയ്ത് അവരെ വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായിട്ട് 5 പ്രതികളുണ്ടെങ്കിൽ 5 പ്രതികളെ ഉൾപ്പെടുത്തി ന്യായമായിട്ടുള്ള കേസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പാവപ്പെട്ടവനും രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള ഫൈറ്റിംഗ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മേയറല്ലല്ലോ, സാധാരണ എന്നെ പോലെ യദു എന്ന് പറയും പോലെ ആര്യ. നമസ്കാരം. KSRTC ഡ്രൈവർ യദുവിനെ നടു റോഡിൽ തടഞ്ഞു നിർത്തിയ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും കുറ്റവിമുക്തർ ആക്കിയിരുന്നു. അതായത് കുറ്റപത്രത്തിൽ നിന്നും പോലീസ് ഇവരെ ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരെ നിലവിലിപ്പോൾ യദു കോടതിയിൽ പരാതി നൽകിയിരിക്കുകയാണ്. അതായത് ഒരു സ്വകാര്യ പരാതി അദ്ദേഹം കോടതിയിൽ നൽകിയിരിക്കുന്നു. ഇതിന് എതിരെ കോടതി ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് കുറ്റവിമുക്തർ ആക്കപ്പെട്ടവർക്കെതിരെ കോടതി നോട്ടീസ് അയക്കുവാൻ വേണ്ടി പോകുന്നു. അതായത് കോടതിയിൽ നേരിട്ടെത്തി ഇവർ മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. അടുത്ത മാസം, അതായത് ജനുവരി 21-ാം തീയതി ഈ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും ഉൾപ്പെടെ ഉള്ളവർ, അതായത് കുറ്റവിമുക്തർ ആക്കപ്പെട്ടവർ കോടതിയിൽ ഹാജരാകേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടിനോട് പ്രതികരിക്കുകയാണ് KSRTC ബസ് ഡ്രൈവറായിരുന്ന യദു തന്നെ. ഇന്ന് ഞാൻ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്ത കേസ് ഇന്നാണ് വിളിപ്പിച്ചിരുന്നത് മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട്. മൊഴി കൊടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞ പ്രൊസീജിയർ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ പ്രൊസീജിയർ, മൊഴി കൊടുക്കുന്ന ഈ 6 പ്രതികളും വന്നാലേ മൊഴി എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഇതിൽ വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുകയും 6 പ്രതികൾക്കും നോട്ടീസ് പോലീസുകാർക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി അന്ന് പറഞ്ഞ പോലെ തന്നെ ചെവിക്ക് പിടിച്ച് കേസെടുപ്പിച്ച പോലെയാണ് ചെവിക്ക് പിടിച്ച് തന്നെയാണ് റിപ്പോർട്ട് ചെയ്ത് അവരെ വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. പ്രൈവറ്റ് കംപ്ലയിൻറ്റിൽ 1 മുതൽ 5 പ്രതികൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ ഒഴിവാക്കിയവരെ എല്ലാവരെയും പൂർണ്ണമായിട്ട് 5 പ്രതികളുണ്ടെങ്കിൽ 5 പ്രതികളെ ഉൾപ്പെടുത്തി ന്യായമായിട്ടുള്ള കേസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ 3-ാം പ്രതിയിൽ അവർ അതിന് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് വെച്ചാൽ 3-ാം പ്രതിയെ മാത്രം ആഡ് ചെയ്തും ചെറിയ കുറ്റം ചുമത്തി, അത് സീബ്ര ക്രോസിൽ വണ്ടി കൊണ്ടിട്ടെന്ന ചെറിയൊരു പെറ്റി കേസ് മാത്രം പോലീസുകാർ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് പോരാ, നമുക്ക് പൂർണ്ണമായിട്ട് നീതി കിട്ടണം. ഇതിനെതിരെ ഇവരെ ഈ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസായതുകൊണ്ട് രാഷ്ട്രീയക്കാർക്കെതിരെ ഈ പാവപ്പെട്ടവനും രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള ഫൈറ്റിംഗ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേസ് കൊടുക്കാൻ കാര്യം തന്നെ ഇതാണ്. നമ്മളെ കേസ് അവരെ രാഷ്ട്രീയപരമായിട്ട് അവർ ഭയങ്കര രീതിയിലുള്ള അട്ടിമറികളൊക്കെ ഇതിൽ നടത്തി. ഇപ്പം മേയറായിരുന്നത് മേയറിൻ്റെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങിയോണ്ട് ഇപ്പം മേയറല്ലല്ലോ, സാധാരണ എന്നെ പോലെ യദു എന്ന് പറയും പോലെ ആര്യ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ കോടതി ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിരിക്കുകയാണ്. റിപ്പോർട്ട് ഇവർക്ക് നോട്ടീസ് അയച്ച് ഇവരെ കോടതി വിളിച്ചു വരുത്തണം എന്നുള്ളത്. ഡേറ്റൊക്കെ എനിക്കറിയത്തില്ല, വക്കീലിനെ കറക്റ്റായിട്ട് അറിയുള്ളൂ. അവർ ഡേറ്റ് പറഞ്ഞായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, തിരക്കിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ല. വക്കീലിനെ അറിയായിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വക്കീലിനെ അറിയാവുള്ളൂ. നമുക്ക് നീതി കിട്ടുക, അതാണ് ആവശ്യം. എന്തായാലും നിലവിലിപ്പോൾ കുറ്റവിമുക്തർ ആക്കിയവരെ വീണ്ടും വിളിപ്പിച്ച് വരുത്തി പ്രതികളാക്കിയിട്ടുണ്ട്. കോടതി തന്നെ മൊഴി രേഖപ്പെടുത്തുന്നത്, കോടതി തന്നെയാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. എൻ്റെ മൊഴി കോടതി രേഖപ്പെടുത്തും. മേയർ ആര്യ രാജേന്ദ്രയും സച്ചിൻ MLAയും ഉൾപ്പെടെ ഈ 6 പ്രതികൾക്ക് എതിരായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം മൊഴിയായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ ആ സമയത്ത് ഇവരും കൂടെ അവിടെ വേണമെന്നാണ് പ്രൊസീജിയർ എന്നാണ് പറഞ്ഞത്. കോടതി വിളിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. കോടതി വിളിപ്പിക്കും. ഇപ്പം മേയറും ഒന്നും അല്ലല്ലോ, MLA ആയിരിക്കാം, പക്ഷെ മേയറല്ലല്ലോ. വിളിപ്പിക്കാതെ പിന്നെ സാധാരണപ്പെട്ടവന് നീതി വേണ്ടേ? നീതി ന്യായം ഈ പാർട്ടിക്ക് പിൻബലമുള്ള ആൾക്കാർക്ക് മാത്രം, പാവപ്പെട്ട ഒരു പാർട്ടി ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു പിൻബലവും വേണ്ടേ? അപ്പോൾ അതിന് കോടതി തന്നെയാണ് റോൾ മോഡലായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വരുന്ന ഒരു വാർത്തയാണ് ഈ അടുത്ത BJP ഇപ്പോൾ ഭരണത്തിലേറാൻ വേണ്ടി പോവുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ. താങ്കളെ മേയറുടെ ഡ്രൈവറാക്കുമെന്നുള്ള ഒരു വാർത്തയും അത്തരത്തിലുള്ള ഇതൊക്കെ ഉണ്ട്. അത് സത്യമാണോ? അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് സത്യമാണോ അല്ലേ എന്നുള്ള ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ മാത്രമാണ് എനിക്കറിയാമെന്നുള്ളത്. എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. പിന്നെ BJPയുടെ ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഏത് ജോലിയായാലും ഞാൻ ചെയ്യാൻ
തൂക്കാൻ പറഞ്ഞ് ഞാൻ തൂപ്പിനും പോകാൻ തയ്യാറാണ്. ജോലിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഏത് ജോലിക്ക് വിളിച്ചാലും പോകും. അങ്ങനെ എനിക്ക് മറ്റേ ഇന്ന ജോലി തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ അവർക്ക് ഡ്രൈവറായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമെന്നുള്ള ജോലിയായതുകൊണ്ട് കൂടുതൽ എളുപ്പമായിരിക്കും. പിന്നെ ഡ്രൈവറായിട്ട് അങ്ങനെ എല്ലാവരും പറയുന്നെന്ന് പറഞ്ഞില്ലേ മേയറെ വണ്ടി ഓടിക്കാനെന്ന്. അപ്പോൾ മേയറെ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ മേയർ ആവുന്നതിന് മുമ്പ് അവരൊരു ജനപ്രതിനിധിയായിരുന്നു. അപ്പോൾ അവരെ കൂടെ നേരത്തെ ജോലി ചെയ്ത എത്രയോ ഡ്രൈവർമാർ കാണും. അപ്പോൾ അവർക്ക് കൊടുക്കാതെ എനിക്ക് മാത്രം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇത് തരണത് അത് ശരിയല്ലല്ലോ. അപ്പോൾ അത് വേണ്ട എന്ന് പറയില്ല, വിളിച്ച് തരണമെങ്കിൽ വാങ്ങിക്കും. അല്ലാതെ ഒരുത്തൻ്റെ കഞ്ഞിമുടി മുട്ടിച്ച് എനിക്ക് ജോലി വേണ്ട. എന്തായാലും യദു നൽകിയ ഹർജിയിൽ വളരെ വ്യക്തമായി പറയുന്നത് ഈ കുറ്റവിമുക്തർ ആക്കപ്പെട്ടവരെ വീണ്ടും പ്രതി ചേർക്കണം. അതായത് മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് MLAയും വീണ്ടും പ്രതി ചേർക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് ഉതകുന്ന തക്കതായുള്ള നടപടി കോടതി സ്വീകരിച്ചു വരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അടുത്ത മാസം 21-ാം തീയതി മേയർ ഉൾപ്പെടെയുള്ള പ്രതികളുടെ മൊഴി കോടതി രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഇത് മേയർക്കും അതുകൂടാതെ സച്ചിൻ ദേവ് MLAയ്ക്കും ഏറെ തിരിച്ചടി നേരിട്ട ഒരു നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.